മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 28, 29, 30 തിരുവചനങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. പത്രോസ് ഈശോയോട് ചോദിക്കുകയാണ്, നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. അപ്പോൾ പത്രോസിനോട് ഈശോനാഥൻ പറയുകയാണ്, അതിനുള്ള പ്രതിഫലം ഇവിടെ വെച്ച് തന്നെ നിനക്ക് ലഭിക്കും. തുടർന്ന് ഈശോ പറയുകയാണ്, കുടുംബം, കൂട്ടായ്മ, സ്നേഹം എല്ലാം കിട്ടും. ഒപ്പം ഈശോ പറയുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്, സഹനം കൂടെ ലഭിക്കും. അവസാനം നിത്യജീവനം. ഈശോനാഥൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യം, ഈ ലോകത്തിൽ ഈശോയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ നീ തയ്യാറായാൽ നിന്റെ സുഖം, നിന്റെ സന്തോഷം, നിന്റെ ആനന്ദം, ഈ ലോകത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന എല്ലാം നീ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നിനക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ അതിനുള്ള പ്രതിഫലം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. ഒത്തിരി കാര്യങ്ങൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഈശോ പറയുകയാണ്, ഈ ലോകത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ നീ എല്ലാറ്റിനേക്കാളും ഈശോയെ സ്നേഹിച്ചാൽ മതിയെന്ന്. ഈശോയ്ക്ക് വേണ്ടി ചിലതൊക്കെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നീ ഈശോയെ സ്നേഹിക്കണമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിനക്കതിന് സാധിക്കുന്നുണ്ടോ? എല്ലാറ്റിനേക്കാളും ഉപരിയായി ഈശോയെ സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നീ പരിശോധിച്ച് നോക്കണം. നിന്റെ സുഖങ്ങളെക്കാളും നിന്റെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളെക്കാളും ഉപരിയായിട്ട് ഈശോയെ സ്നേഹിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ നീ ചിലതെല്ലാം ഉപേക്ഷിക്കും. അത് നിന്റെ പാപ ജീവിതമായിരിക്കാം, നിന്റെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളായിരിക്കാം. പരിശോധിച്ച് നോക്കുക. അങ്ങനെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ ഈശോ പറയാണ്, നിനക്ക് സന്തോഷം ലഭിക്കും, ഒപ്പം സഹനം കൂടെ ലഭിക്കും. നീ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ സമൃദ്ധി മാത്രമല്ല, ഉയർച്ച മാത്രമല്ല, സഹനങ്ങളും കൂടെ അതിനൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സഹനങ്ങളെ കൂടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്കൊപ്പം ദൈവം അനുവദിക്കുന്ന സഹനങ്ങളോടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം നിത്യജീവൻ നൽകി നമ്മളെ അനുഗ്രഹിക്കും. ഈ ലോകത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കേണ്ടവരല്ല നമ്മൾ, സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കേണ്ടവരാ. സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന എങ്ങനെയാണ്? ഈശോയെ അധികമായിട്ട് സ്നേഹിക്കുക, അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സഹനങ്ങളെ സ്വീകരിക്കുക, അപ്പോൾ നമുക്ക് സ്വർഗരാജ്യം കിട്ടും. ഈശോയെ സ്നേഹിക്കുന്നവർ പലപ്പോഴും പറയാറുണ്ട്, ഈശോയെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ സഹനം കൂടുമെന്ന്. അങ്ങനെയുള്ളവർ ഉറപ്പിച്ചുകൊള്ളുക, സ്വർഗരാജ്യം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ, ഈ ദിവസം നിന്നെ കൂടുതൽ സ്നേഹിച്ച് ജീവിക്കാൻ കൃപ നൽകണമേ, നീ അനുവദിക്കുന്ന സഹനങ്ങൾ ഏറ്റെടുക്കാൻ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ്, ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഈ ദിവസം അങ്ങയെ കൂടുതലായി സ്നേഹിക്കുവാനുള്ള അഭിഷേകം ഇവർക്ക് നൽകണമേ. ഇവരുടെ കൂടെ അങ്ങ് ഉണ്ടായിരിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങൾ നിർവീര്യമായി തീരട്ടെ. അന്ധകാരത്തിൻ്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.